പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ വളരെ വിശദമായി പരിശോധിക്കുന്നത് 2026 മാർച്ച് മാസം കർക്കിടകം രാശിക്കാർക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ് കാത്തു വച്ചിരിക്കുന്നത് എന്നതാണ്. പുണർത നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് കർക്കിടക രാശിക്കാർ. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസം ഒരു സാധാരണ മാസമല്ല. ഇതൊരു അകത്തും പുറത്തും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ട്രാൻസിഷൻ നടക്കുന്ന കാലഘട്ടമാണ്. പുറത്തുള്ള ലോകത്ത്, അതായത് ജോലിസ്ഥലത്തോ സമൂഹത്തിലോ ചില ആശയക്കുഴപ്പങ്ങളും വെല്ലുവിളികളും ഉയർന്നു വരാം. എന്നാൽ അതിനെയെല്ലാം നേരിടുവാൻ നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക ശക്തി ഉയർന്നു വരുന്ന ഒരു സമയമാണ്. ഈ മാസം നിങ്ങൾ നേരിടുന്ന ചെറിയ പ്രതിസന്ധികൾ പോലും വരാനിരിക്കുന്ന വലിയൊരു നേട്ടത്തിന്റെ മുന്നൊരുക്കമാണ്. വരുന്ന ജൂൺ മാസത്തിൽ വ്യാഴം നിങ്ങളുടെ ലഗ്നത്തിലേക്ക് മാറി ഉച്ചസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സംഭവിക്കുവാൻ പോകുന്ന അതിഗംഭീരമായ രാജയോഗത്തിനായുള്ള അടിത്തറ പാകുന്ന ഒരു മാസമാണ് ഈ മാർച്ച് മാസം. ആത്മപരിശോധനയും ആത്മവിശ്വാസവും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് ഈ മാസം. ഇതിനെ എങ്ങനെ നിലനിർത്തി നിങ്ങൾക്ക് മുൻപോട്ട് പോകാം എന്ന് വിശദമായി പരിശോധിക്കാം. ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിലകൊള്ളുന്നതെന്നും അവ നിങ്ങളുടെ രാശിയെ എങ്ങനെ നേരിട്ട് സ്വാധീനിക്കുന്നു എന്നും ആദ്യം മനസ്സിലാക്കാം. ഈ മാസത്തെ ഏറ്റവും വലിയ ജ്യോതിഷ പ്രതിഭാസം നടക്കുന്നത് നിങ്ങളുടെ 8ാം ഭാവമായ കുംഭം രാശിയിലാണ്. അവിടെ ഒരൊറ്റ ഗ്രഹമല്ല, മറിച്ച് രാഹു, സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ 4 അതിശക്തരായ ഗ്രഹങ്ങളാണ് ഒന്നിച്ചു നിൽക്കുന്നത്. 8ാം ഭാവം എന്നത് അപ്രതീക്ഷിതമായ മാറ്റങ്ങളുടെയും രഹസ്യങ്ങളുടെയും പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളുടെയും സ്ഥാനമാണ്. ഇതിൽ തന്നെ രാഹുവും കുജനും ചേരുമ്പോൾ അവിടെ ശക്തമായ അങ്കാര യോഗമാണ് രൂപപ്പെടുന്നത്. അഗ്നിശക്തി ഇരട്ടിയാകുന്ന ഈ സമയം കോപം, ആവേശം, തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ എന്നിവ നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കുന്നതാണ്. അതിനാൽ എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഒരു നിമിഷം ചിന്തിക്കേണ്ടത് അത്യാവശ്യവുമാണ്. നിങ്ങളുടെ സംസാരത്തെയും കുടുംബത്തെയും സമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്ന 2ാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്. കേതു ഒരു വിരക്തിയുടെ ഗ്രഹമാണ്. അതിനാൽ തന്നെ നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് വേഗത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചിലപ്പോൾ ചെറിയൊരു മാനസിക അകൽച്ച അനുഭവപ്പെടാം. സംസാരത്തിൽ കടുത്ത നിയന്ത്രണം ആവശ്യപ്പെടുന്ന ഒരു മാസവുമാണ്. നിങ്ങളുടെ ചിലവുകളുടെയും വിദേശവാസത്തിന്റെയും സ്ഥാനമായ 12ാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം മാർച്ച് 11 വ്യാഴം വക്രഗതിയിൽ നിന്നും മാറി നേർരേഖയിലേക്ക് വരുന്നു എന്നതാണ്. ഇതോടെ നിങ്ങളുടെ അനാവശ്യമായ ചിലവുകൾക്ക് വലിയൊരു പരിധിവരെ നിയന്ത്രണം വരികയും കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അനുകൂലമാക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ ശനിയും ശുക്രനുമാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ഇത് വലിയൊരു അനുഗ്രഹവുമാണ്. 8ാം ഭാവം പ്രതിസന്ധികൾ നൽകുമ്പോഴും 9ാം ഭാവത്തിലെ ഈ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അദൃശ്യമായ ഒരു സംരക്ഷണം നൽകുന്നതാണ്. ഗുരുനാഥന്മാരുടെ സഹായം, ദൈവാനുഗ്രഹം, ഭാഗ്യം എന്നിവ ഈ അപ്രതീക്ഷിതമായ സമയങ്ങളിൽ നിങ്ങളെ കൈപിടിച്ചുയർത്തും. തൊഴിൽ മേഖലയിൽ മാർച്ച് 15 വരെ ചെറിയ ടെൻഷനുകൾക്കും സമ്മർദ്ദങ്ങൾക്കും സാധ്യതയുണ്ട്. അങ്കാരയോഗം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ മേലധികാരികളുമായോ അതുപോലെ സഹപ്രവർത്തകരുമായോ പെട്ടെന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയുണ്ട്. എന്ത് പ്രകോപനം തന്നെ ഉണ്ടായാലും തിടുക്കത്തിൽ നിങ്ങൾ പ്രതികരിക്കുകയോ രാജുപോലുള്ള കാര്യങ്ങളോ ചിന്തിക്കുകയോ ചെയ്യരുത്. ഈ യോഗം നിങ്ങൾ ശരിയായ ദിശയിൽ ഉപയോഗിച്ചാൽ ധൈര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തന ശേഷിയും വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ മാനസിക നില നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ യോഗത്തെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമെന്നതാണ് അർത്ഥം. നിങ്ങളുടെ തൊഴിൽ മേഖല ഏതു തന്നെയായാലും ജോലിസ്ഥലത്ത് നിങ്ങൾ കാണിക്കുന്ന സഹനശക്തിയും ക്ഷമയുമാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള താക്കോൽ. മാർച്ച് 15 കഴിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ശാന്തമായി വരുന്നതാണ്. ഉത്തരവാദിത്വം കൂടിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അതായത് സർക്കാർ, IT, അതുപോലെ ടെക്നിക്കൽ മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാർച്ച് മാസം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നെത്തുന്ന ഒരു മാസവുമാണ്. 12ാം ഭാവത്തിൽ വ്യാഴം വിദേശ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്. വിസയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നുണ്ടെങ്കിൽ മാർച്ച് 2ാം പകുതിയോടെ അതിൽ കൃത്യമായ ഒരു പുരോഗതി ദർശിക്കുവാൻ സാധിക്കും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർ യാതൊരു കാരണവശാലും ആത്മവിശ്വാസം കൈവിടരുത്. അതുപോലെ തന്നെ ഓൺലൈൻ ജോലികൾ, ഫ്രീലാൻസിംഗ്, IT കൺസൾട്ടൻസി, സ്പിരിച്വൽ ഹീലിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ക്ലയന്റുകളെയും മികച്ച അവസരങ്ങളെയും വന്നെത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ മാർച്ച് മാസം. കർക്കിടകം രാശിക്കാരുടെ 2026 മാർച്ച് മാസത്തെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലാഭവും ചെലവും
ഒരുപോലെ അനുഭവങ്ങൾ നൽകുന്ന മാസമാണ്. നിങ്ങളുടെ സാമ്പത്തിക നിലയെ നിയന്ത്രിക്കുന്നത് പ്രധാനമായും 3 ഭാവങ്ങളിലുള്ള ഗ്രഹസ്ഥിതികളാണ്. ധനസ്ഥാനമായ 2ാം ഭാവത്തിലെ കേതു, അപ്രതീക്ഷിത സംഭവങ്ങളുടെ 8ാം ഭാവത്തിലെ ഗ്രഹസമൂഹം, വിദേശത്തിന്റെയും ചിലവുകളുടെയും 12ാം ഭാവത്തിലെ വ്യാഴം. ഇവയോരോന്നും നിങ്ങളുടെ സാമ്പത്തിക നിലയെ എങ്ങനെ ബാധിക്കുമെന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ചൊവ്വയും രാഹുവും ചേർന്നുള്ള അങ്കാരയോഗം 8ാം ഭാവത്തിൽ നിൽക്കുന്നത് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ആരോഗ്യ സംബന്ധമായ പെട്ടെന്നുള്ള ചിലവുകൾ, അല്ലെങ്കിൽ ഉപകരണങ്ങൾ കേടാകുന്നത് വഴിയുള്ള നഷ്ടങ്ങൾ എന്നിവ കൊണ്ടുവരാം. പോക്കറ്റിൽ പണം വന്നാൽ ഉടൻ അത് ചിലവാകുവാനുള്ള ഒരു വഴി അവിടെ തന്നെ തുറന്നു വരും. 8ാം ഭാവം ഒരു മോശം ഭാവമല്ല, അപ്രതീക്ഷിതമായ ധനലാഭത്തിന്റെ ഒരു സ്ഥാനം കൂടിയാണ്. ഇൻഷുറൻസ് ക്ലെയിമുകൾ, പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, അല്ലെങ്കിൽ പണ്ടെന്നോ കിട്ടില്ലെന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച പണം അത് തിരികെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു ഭാഗ്യവും ഇവിടെ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സാമ്പത്തികവും ബാങ്ക് ബാലൻസും സൂചിപ്പിക്കുന്ന 2ാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്. കേതു ഇവിടെ നിൽക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയൊരു അശ്രദ്ധയോ വിരക്തിയോ നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. 8ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നതുകൊണ്ട് പണമിടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ നിങ്ങൾ അത് സൈൻ ചെയ്യുമ്പോഴും, അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ ചെയ്യുമ്പോഴും കുറെ കൂടി ശ്രദ്ധ വേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഈ ഓൺലൈൻ തട്ടിപ്പുകളിലൊക്കെ വീഴാതിരിക്കുവാൻ ഈ മാർച്ച് മാസം പ്രത്യേകം ശ്രദ്ധിക്കണം. മാർച്ച് 11 ശേഷം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കൺട്രോൾ നിങ്ങൾക്ക് കൈവരുന്നതായി തോന്നാം. വിദേശത്തു നിന്നുമുള്ള വരുമാനം കാത്തിരിക്കുന്നവർക്ക് ഈ സമയത്തിന് ശേഷം, അതായത് മാർച്ച് 11 ശേഷം തടസ്സങ്ങൾ മാറി പണം കൈകളിൽ എത്തുന്നതാണ്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ ശനിയും ധനകാരകനായ ശുക്രനുമാണ് നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്നതുമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ സൂക്ഷ്മമായ നീക്കങ്ങൾ ആവശ്യമായ ഒരു സമയമാണ്. പുതിയ ബിസിനസ് നിക്ഷേപങ്ങൾക്ക് ഈ മാസം അത്ര അനുകൂലമായി കാണുന്നില്ല. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ വരവ് ചിലവ് കണക്കുകളും കരാറുകളും സുതാര്യമായിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾ നേരത്തെ തുടങ്ങി വെച്ച പഴയ പ്രോജക്റ്റുകളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. മെഡിക്കൽ, ഫാർമസി, ഇൻഷുറൻസ്, റിസർച്ച്, ടെക്നോളജി എന്നീ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾക്കും ഇടയുള്ള ഒരു മാസമാണ്. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ, കുടുംബജീവിതത്തിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. കേതു 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു ചെറിയ വാക്കുപോലും വീട്ടിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. മാതാപിതാക്കൾക്കൊപ്പം നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഒരു വലിയൊരു മാനസിക ശാന്തി നൽകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും മാർച്ചിന്റെ ആദ്യ പകുതിയിൽ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ 9ാം ഭാവത്തിലെ ശുക്രന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ വേഗത്തിൽ പരിഹരിക്കുവാനും ബന്ധം കൂടുതൽ ദൃഢമാക്കുവാനും സാധിക്കും. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഏകാഗ്രത അല്പം കുറയുവാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. കാരണം 8ാം ഭാവത്തിലെ ഗ്രഹങ്ങളാണ്. 8ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ മനസ്സിനെ എപ്പോഴും ഒന്ന് അസ്വസ്ഥമാക്കുന്നതാണ്. മത്സര പരീക്ഷകൾ എഴുതുവാൻ പോകുന്നവർക്ക് മാർച്ച് മാസത്തിന്റെ 2ാം പകുതി മുതൽ മികച്ച ആത്മവിശ്വാസവും അതുപോലെ ഭാഗ്യവും തുണയ്ക്കുന്ന ഒരു മാസവുമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ഒന്ന് പ്രത്യേകമായി ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ചൊവ്വയുടെയും രാഹുവിന്റെയും സംയോഗം ശരീരത്തിൽ ഉഷ്ണരോഗങ്ങൾ, അമിതമായ ചൂട്, BP, തലവേദന എന്നിവയ്ക്ക് ഇടയുള്ള ഒരു മാസമാണ്. നിങ്ങളുടെ കോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യവുമാണ്. കാരണം ഇത് മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്നതുമാണ്. വ്യാഴത്തിന്റെ നക്ഷത്രമായ പുണർദം 4ാം പാദ നക്ഷത്ര ജാതർക്ക് വ്യാഴം മാർഗിയിലാകുന്ന മാർച്ച് 11 മുതൽ വലിയൊരു ആശ്വാസം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറി വരുന്നതാണ്. എങ്കിലും യാത്രകളിൽ നിങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതുമാണ്. ശനിയുടെ നക്ഷത്രമായ പൂയം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വളരെ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ 9ാം ഭാവത്തിലെ ശനി നിങ്ങളുടെ പ്രയത്നത്തിന് കൃത്യമായ പ്രതിഫലവും നൽകുന്നതാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരോടും അതുപോലെ സഹപ്രവർത്തകരോടും തർക്കിക്കുവാൻ ഈ മാസം നിൽക്കരുത്. ബുധന്റെ നക്ഷത്രമായ ആയില്യം നക്ഷത്രക്കാർക്ക് 8ാം ഭാവത്തിലെ ബുധൻ വലിയ ചിന്താക്കുഴപ്പങ്ങളൊക്കെ നൽകുന്ന ഒരു സമയമാണ്. അതുപോലെ സാമ്പത്തിക രേഖകളിൽ നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ കൃത്യമായി അത് വായിച്ച് കാര്യങ്ങളെ ബോധ്യപ്പെടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതുപോലെ ഈ മാസം അപ്രതീക്ഷിതമായ ഒരു ധനലാഭത്തിനും സാധ്യതയുള്ള ഒരു മാസമാണ്. പൊതുവായി മാർച്ച് 1 മുതൽ 7 വരെ
കോപവും ആവേശവും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു സമയമാണ്. ജോലിസ്ഥലത്തും വീട്ടിലും നിങ്ങൾ മൗനം പാലിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ്. മാർച്ച് 8 മുതൽ 14 വരെ, അതായത് മാർച്ച് 11 വ്യാഴമാറ്റം വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് നൽകുന്നതാണ്. സാമ്പത്തിക വരവൊക്കെ മെച്ചപ്പെടും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാകുന്ന സമയവുമാണ്. മാർച്ച് 15 മുതൽ 21 വരെയുള്ള സമയം ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങളൊക്കെ ഒന്ന് അയഞ്ഞു തുടങ്ങുന്നതാണ്. വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്ന ഒരു ആഴ്ചയുമാണ് 15 മുതൽ 21 വരെയുള്ള ദിവസങ്ങൾ. അതുപോലെ മാർച്ച് 22 മുതൽ 31 വരെയുള്ള ഈ ഒരു സമയം ഏറ്റവും മികച്ച ഒരു സമയമാണ്. മാസത്തിലെ ഏറ്റവും നല്ല സമയം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. മനസ്സിൽ വലിയൊരു വ്യക്തത കൈവരുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചെത്തുന്ന ഒരു കാലയളവ് കൂടിയാണ്. നിങ്ങൾ അതുപോലെ ഈ മാസത്തെ ഗ്രഹദോഷങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും വേണ്ടി ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അഹങ്കാരയോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ ഏറ്റവും മികച്ച വഴി ശിവഭജനമാണ്. ദിവസവും ഓം നമഃശിവായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് മനസ്സിന് വലിയൊരു ശാന്തത നിങ്ങൾക്ക് നൽകുന്നതാണ്. പൂയം ആയില്യം നക്ഷത്രജാതർ രാഹുവിന്റെ ദോഷം അകറ്റുവാൻ നാഗദേവത പ്രീതി വരുത്തുന്നത് നല്ലതാണ്. അടുത്തുള്ള സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലും പ്രത്യേകമായ പൂജകളിലും ഉൾപ്പെടുത്തുന്നതുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കർക്കടകം രാശിക്കാരെ സംബന്ധിച്ച് ഈ മാർച്ച് മാസം ഒരു പരീക്ഷണ ഘട്ടം പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ മാസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പല മടങ്ങ് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. വരുന്ന ജൂൺ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന ഒരു വലിയ രാജയോഗത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ മാർച്ച് മാസം എന്ന് നിങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി ഗണിച്ച്, കാര്യങ്ങളെ കൃത്യമായി പഠിച്ച്, കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി മുൻപോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാസം തന്നെയായിരിക്കും ഈ മാർച്ച് മാസം. ദൈവവിശ്വാസത്തോടെയും നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോവുക. ഈ മാസം നിങ്ങൾ നേടുന്ന ആത്മനിയന്ത്രണം തന്നെയായിരിക്കും നിങ്ങളുടെ നാളെയുടെ വിജയം എന്ന് പറയുന്നത്. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.